ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സീനാസ് വേൾഡിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് തയ്യാറാക്കിയ ഒരു അടിപൊളി കണവാത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് നമ്മൾ കണവാത്തോരൻ വെച്ചാൽ കണവാത്തോരൻ്റെ രുചി ഇരട്ടിയാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവാത്തോരനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കണ്ടേ. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കണവത്തോരൻ വയ്ക്കാൻ വേണ്ടി ഞാനൊരു 1/2 കിലോ കണവ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കണവ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിൽ കൂന്തലെന്നും അറിയപ്പെടും. അപ്പോൾ നമ്മുടെ കണവ ഒരു 1/2 കിലോ ഞാൻ എടുത്ത് വൃത്തിയാക്കിയിട്ട് കഴുകി ഒരു വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം. നമുക്ക് ചതുരമായിട്ട് അരിയാം, അല്ലെങ്കിൽ വട്ടത്തിൽ അരിയാം. ഞാൻ ഇത് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത് കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്ത ഉടൻ തന്നെ കടുക് നന്നായിട്ട് പൊട്ടി കിട്ടുവേ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാറാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 തണ്ട് കറിവേപ്പില ഊരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇതിൽ നമ്മൾ ആവശ്യത്തിനുള്ള നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഇത് വീട്ടിലുള്ള കറിവേപ്പിലയായിരുന്നേ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് എരിവുള്ള മുളക് പൊടിയാണ്, സാധാ മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ വെച്ച് രണ്ടും കൂടി ചേർത്തിട്ട് കൊടുക്കുക. സാധാ മുളക് പൊടി അല്ലാത്ത കാശ്മീരി മുളക് പൊടി. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ മല്ലി പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് മാറിയിട്ട് ആ പൊടിയുടെയൊക്കെ നല്ല മൂത്ത സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. നന്നായിട്ട് പുഴിഞ്ഞെടുത്ത കണവയായിരുന്നു. എന്നിട്ട് അതിൽ നിന്നും വെള്ളമൊക്കെ കുറച്ചൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് വീണ്ടും ഒന്ന് പുഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, പിഴിഞ്ഞെടുത്തതിന് ശേഷം. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് തന്നെ, ഈ കണവയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലക്കൂട്ടും കണവയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഇടവിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണവേ. അപ്പോൾ അതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ കണവയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് വെള്ളം വറ്റുന്ന സമയത്ത് നമ്മുടെ ഈ കണവയും വെന്ത് കിട്ടും കേട്ടോ. നല്ല വേവുള്ള കണവയാണ്. കണവ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടില്ല, നല്ല വേവാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയ തീയിലിട്ട് വേണം നമുക്കിതൊന്ന് പാചകം ചെയ്തെടുക്കാനേ. അപ്പോൾ അതാ ഒരു 30 ചെറിയ ഉള്ളിയോളം വൃത്തിയാക്കി അരിഞ്ഞിട്ട് അത് 2ആക്കി എടുത്തതാണേ. തീരെ കനം കുറച്ചല്ല, ഒരു ഉള്ളി 2 പീസായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചു. പിന്നെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ നോക്കിയേ, നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, കണവയ്ക്ക് നല്ല വേവുണ്ട്. അപ്പോൾ അതനുസരിച്ച് തീ കുറച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ അടച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കണവയിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമുക്ക് ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ. അത് വറുത്തതായിരുന്നാലും വറുക്കാത്തതായിരുന്നാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കണവയുടെ രുചിയിൽ ഇരട്ടി രുചിയായിരിക്കും ഈ റവ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് കണവത്തോരൻ കിട്ടുന്നത്. അപ്പോൾ ആരും ഇതുവരെ ചേർക്കാത്തൊരു
ഒരു രഹസ്യ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊന്ന് ചേർത്ത് നിങ്ങൾ കണവത്തോരൻ തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കണവത്തോരന്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കണവയിലുള്ള ഈർപ്പം കൊണ്ട് നമ്മുടെ റവയും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഈ സമയം. ഇനി നമുക്ക് ഒന്ന് സൈഡിലോട്ട് ഈ കണവ ഒന്ന് മാറ്റിയതിന് ശേഷം മധ്യഭാഗത്തായിട്ട് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്നും ഒരു മധ്യഭാഗത്തോട്ട് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം. തേങ്ങയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടാനാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ റവയും വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് തേങ്ങയിട്ട് മൂടി വെച്ച കണവ നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാവേ. ഇപ്പോൾ ഇതാ നോക്കിയേ, അരപ്പിൽ നിന്നൊക്കെ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റവയും കൂടി ചേർക്കുമ്പോൾ നല്ല ഉലർത്തിയെടുത്ത റവ നമ്മുടെ കണവത്തോരനായിട്ട് കിട്ടുമേ. ഈ സമയം നമുക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടെ, നാടൻ കറിവേപ്പിലയാണ്, നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നോക്കിയേ, കണവ നല്ല വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഉലർത്തിയെടുത്തതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഒന്ന് അരപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടേ. അടിപൊളി തോരനാണ്. റവ ചേർത്തത് കൊണ്ട് ഇരട്ടി രുചിയാണ് ഇതിന്. പിന്നെ ഇതാ നോക്കിയാൽ നമ്മുടെ കണവയിൽ ചേർത്ത ചെറിയ ഉള്ളി എല്ലാം അങ്ങ് വെന്തുടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഉള്ളിയൊക്കെ മുഴുവനായിട്ട് കിടപ്പുണ്ട്. അതും കൂടി ചവയ്ക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ. വലിയ ഉള്ളിയും കാട്ടി ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കണവത്തോരൻ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.